ഈശോ നീൻ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. ഈശോ നീൻ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും. തിരുമാംസമായിൻ്റെ ഉള്ളിൽ തിരുരക്തമായിൻ്റെ ഹൃത്തിൽ തിരുജീവനേകുന്ന കരുണാമയ എൻ്റെ തിരുഭോജ്യമായി നീ വരൂ. ഈശോ നീൻ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. ഈശോ നീൻ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. വിടരാൻ കൊതിക്കും പൂവിൻ സുഗന്ധം ഇളം കാറ്റിലലിയുന്ന പോൽ. വിടരാൻ കൊതിക്കും പൂവിൻ സുഗന്ധം ഇളം കാറ്റിലലിയുന്ന പോൽ. ഈശോ നീൻ ഉള്ളിൽ അലിയുമ്പോൾ ആത്മീയ സൗരഭ്യം ഒഴുകും. ഞാൻ ആ സ്വർഗീയ സാന്നിധ്യം നുകരും. ഈശോ നീൻ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. ഈശോ നീൻ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് കിഡ്സ് ഗാർഡന്റെ പുതിയ എപ്പിസോഡിൽ നമ്മളിന്ന് വന്നിരിക്കുന്നത് പഴങ്ങാട് സെന്റ് ജോർജ് LP സ്കൂളിലെ കുട്ടികളുമായിട്ടാണ്. ഒത്തിരി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സും കുട്ടികളും അടങ്ങുന്ന ഒരു സ്കൂളാണ് പഴങ്ങാട് സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂൾ. അപ്പൊ നമുക്ക് ഇന്ന് അവരുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാം. പേരെന്താ കുഞ്ഞിന്റെ? ആൻഡ്രിയ തെരേസ എസ്. ആരൊക്കെയുണ്ട് വീട്ടില്? അമ്മ, അപ്പൻ, ചേട്ടൻ. സുന്ദരിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ആരാ ഒരുക്കിയ കുഞ്ഞിനെ? മമ്മി ഒരുക്കിയാണ്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഒരു അങ്കിള് മേക്കപ്പ് ചെയ്തു. ആണോ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിന്റെ പേരെന്താ? ഏസാമരിയ. എത്രയിലാ പഠിക്കുന്നേ? LKG. വീട്ടിലാരൊക്കെയുണ്ട്? അപ്പാവന്റെ അമ്മാവന്റെ മമ്മിയുണ്ട് പപ്പയുണ്ട്. മാവയുടെ പേരെന്താ? ഇല്ല. ഇല്ല. നല്ല പേരാണല്ലോ, വെറൈറ്റി നെയിമാണല്ലോ. കുഞ്ഞിന്റെ വീട്ടിലാരൊക്കെയാ ഉള്ളത്? പപ്പ, അമ്മ, മേഴ്സി മമ്മി, അപ്പച്ചൻ. ആണോ? ആരുടെ ക്ലാസ്സിലാ പഠിക്കുന്നേ? UKG. UKG ആരുടെ ക്ലാസ്സിലാ? ടീച്ചറിന്റെ പേരെന്താ? ടീച്ചർ. പാവാണോ ടീച്ചർ? ആണോ? ഇഷ്ടാണോ? ആണോ? ഓക്കെ. മോന്റെ പേരെന്താ? ഹെനോക്ക് ജോർജ്. ഹെനോക്ക്. ഹെനോക്കിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അമ്മ, അപ്പ, അനിയത്തി. അനിയത്തി ഉണ്ടോ? അനിയത്തി എത്ര വയസ്സുണ്ട്? 4 വയസ്സുള്ള കുഞ്ഞുവാവയാണോ? പിന്നെ LKG പഠിക്കാണോ? അപ്പൊ പഠിക്കാൻ നേരത്തെ ഹെനോക്കാണോ വാവേനെ സഹായിക്കുന്നേ? അല്ല, അമ്മ. അമ്മയാണ് പഠിപ്പിക്കുന്നത്. രണ്ടുപേരും കൂടി അമ്മയാണോ പഠിപ്പിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്ക് കൈ കൊണ്ട് എഴുതും. അമ്മേനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ടോ? ജോലിയൊക്കെ ചെയ്യുമ്പോ അമ്മേനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ടോ? ചെയ്തു കൊടുക്കാറുണ്ടല്ലേ. എന്തൊക്കെ ഹെൽപ്പാ ചെയ്തു കൊടുക്കുന്നേ? മെഷീൻ ഉണങ്ങിട്ടു. ആണോ? പിന്നെ എന്തൊക്കെ ഹെൽപ്പാ ചെയ്തു കൊടുക്കുന്നേ കുഞ്ഞ്? അമ്മക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്തു കൊടുക്കും? അമ്മ പറയുന്നൊക്കെ അനുസരിക്കോ? അപ്പ പറയുന്നൊക്കെ അനുസരിക്കോ? നല്ല ഗുഡ് ഗേൾ ആണല്ലേ? അടിപൊളിയാണല്ലേ? നിങ്ങളോ? നിങ്ങൾ എങ്ങനെയാ വീട്ടില്? ക്ലാസ്സിലൊക്കെ എങ്ങനെയാ? പഠിക്കാനൊക്കെ ഇഷ്ടമാണോ? ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്ട് ഏതാ? ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്ട് ഏതാ? എല്ലാം ഈസി ആണല്ലേ? എല്ലാം ഈസി ആണല്ലേ? ഈശോയോട് പ്രാർത്ഥിച്ചിട്ടാണോ പോണേ സ്കൂളിലേക്ക്? ആണോ? എങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ? നടയിൽ പോയിട്ട് പ്രാർത്ഥിക്കും അല്ലേ? കുരിശ് വരച്ച് പ്രാർത്ഥിക്കും അല്ലേ? കുരിശ് വരക്കാനൊക്കെ അറിയോ?
എങ്ങനെ കുരിശ് വരക്കുന്ന? ആരെങ്കിലും ഒരാൾ ചേച്ചിക്ക് വേണ്ടി കുരിശ് വരച്ച് കാണിച്ചു തരുമോ? എങ്ങനെ കുരിശ് വരക്കുന്നേ? ഒന്ന് കാണിച്ചു തരുമോ? ആ, വിശുദ്ധ കുരിശിന്റെ എങ്ങനെയാ? വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഒരു ആമേൻ പറഞ്ഞേ, അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ഒരു ആമേൻ പറഞ്ഞേ. റൈംസ് ഒക്കെ അറിയാവോ നിങ്ങൾക്ക്? ക്ലാസ്സിലെ ടീച്ചർ പഠിപ്പിച്ച റൈംസ് ഒക്കെ ഓർമ്മയുണ്ടോ? എന്തൊക്കെ റൈം പഠിപ്പിച്ചിട്ടുണ്ട്? എന്തൊക്കെ റൈമാ പഠിച്ചിട്ടുള്ളത്? കൊറേ റൈംസ് പഠിച്ചിട്ടുണ്ട്. ഒരു റൈം പാടിത്തരോ ചേച്ചിക്ക്? പാടിത്തരുവോ? രണ്ട് ഊഞ്ഞാലി ഏലക്ക അയ്യോ ഒലക്ക ഓ ഔ അമ്മേവാ ഓ ഔ അമ്മേവാ. അടിപൊളിയാണല്ലോ. ഒരു ക്ലാപ്പ് കൊടുത്തേ എല്ലാരും. ഒരു ക്ലാപ്പ് കൊടുത്തേ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിനെന്തറിയാം? കുഞ്ഞിനറിയോ റൈംസ്? അറിയാമോ? പാടിക്ക്. ചിട്ടിലായ ചിട്ടിലായ കിത്തറ ചിട്ടിലായ കിത്തറ ചിട്ടിലായ एक दो तीन चार पाँच छः सात आठ नौ 10 चिट्टियाँ लाया 10 चिट्टियाँ लाया. കഴിഞ്ഞോ? അടിപൊളിയാണല്ലോ. ഹിന്ദി മിസ്സാണോ പഠിപ്പിച്ചത്? അല്ല, പിന്നെ ജോബി ടീച്ചറാണോ പഠിപ്പിച്ചേ? അടിപൊളിയാണ് കേട്ടോ. ഒരു ക്ലാപ്പ് കൊടുത്തേ. ക്ലാപ്പ് കൊടുത്തേടാ. ഓക്കെ, നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? പാട്ടാണോ? വാട്ടർമെലൻ വാട്ടർമെലൻ പപ്പായ പപ്പായ ആപ്പിൾ 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 ചിക്കു 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 കട്ടി തിന്നും ബീച്ച് ഫ്രൂട്ട് സാലഡ് ഫ്രൂട്ട് സാലഡ്. ഇതാരാ പഠിപ്പിച്ചേ? മിസ്. സൂപ്പർ പാട്ടാണല്ലോ. എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. എല്ലാരും ക്ലാപ്പ് ചെയ്തേ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് ഏത് റൈമ പാടിത്തരാൻ പോണേ? 1 2 3 4 5 once I caught a fish 6 7 8 9 10 then I let it go. Yeah, wild dude, let it go. My ghost is with my finger, so which finger at the little finger on my right. വെരി ഗുഡ്. പള്ളിയിലൊക്കെ പോകാൻ ഇഷ്ടമുള്ളവരാണോ? പ്രാർത്ഥിക്കാനൊക്കെ ഇഷ്ടമാണോ എല്ലാവർക്കും? ഈശോയുടെ കൂടി ഇരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഇഷ്ടമാണോ? പള്ളിയിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? എല്ലാ പാട്ടും ഇഷ്ടമാണ് അല്ലേ? കുഞ്ഞിനോ? കുഞ്ഞിന് പള്ളിയിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? എല്ലാ പാട്ടും ഇഷ്ടം. എല്ലാ പാട്ടും ഇഷ്ടം. ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ഇഷ്ടമുള്ള കാര്യം പള്ളിയിൽ ചെല്ലുമ്പോ ഏറ്റവും ഇഷ്ടം എന്താ? എന്ത് കാണാനാ ഏറ്റവും ഇഷ്ടം? ഈശോനെ കാണാനാണോ ഇഷ്ടം? ഈശോയെ കാണാനാണല്ലേ പള്ളിയിൽ പോകുന്നേ. ഇവിടെ ആരാ എനിക്കൊരു വചനം പറഞ്ഞു തരുന്നേ? അറിയാമോ? വചനം പഠിച്ചിട്ടുണ്ടോ? പറയാവോ? ദൈവനാമത്തിന് മാറ്റം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഉണ്ണിയേശുവിന്റെ സ്നേഹവന്ദനം. സങ്കീർത്തന 66:10 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു, ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു. ഞാൻ കേട്ട ഈ സംഭവം നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഒരു പെൻസിൽ പാക്കിന്റെ ഉടമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നാൽ അദ്ദേഹം ഓരോ ദിവസവും കുറെ പെൻസിൽ ഉണ്ടാക്കി അതിനെ മാർക്കറ്റിലേക്ക് വിൽക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് ഒരു പെൻസിൽ എടുത്ത് അതിനോട് സംസാരിക്കും. നീ എൻ്റെ കുഞ്ഞാണ്. നിന്നെ മാർക്കറ്റിലേക്ക് വിൽക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നോട് 2 കാര്യം പറയാനുണ്ട്. ഒന്ന്, നീ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുമ്പോൾ മാത്രമേ നിനക്കൊരു വിലയുള്ളൂ. അല്ലാതെ നീ ഒരു ബോക്സിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ നിന്നെ കൊണ്ടൊരു പ്രയോജനവുമില്ല. 2, നിന്നെ ഉപയോഗിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് മൂർച്ചയുള്ള ഒരു ബ്ലേഡ് വെച്ച് നിന്നെ ചത്തു. അപ്പോൾ നീ എതിർക്കെത് കരയരുത്, സഹിക്കണം. എന്നാലേ നിന്നെ ഉപയോഗിക്കുന്നവർക്ക് എഴുതാനും വരക്കാനും അത് മറ്റുള്ളവർക്ക് വായിക്കാനും കഴിയും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് കഷ്ടതയും ദുഃഖവും കുറവും ഒക്കെ എന്തിനാണെന്നോ? മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരാനും
സന്തോഷമായി തീരാനും ദൈവത്തിന് പ്രയോജനപ്പെടാനും വേണ്ടിയാണ്. സങ്കീർത്തനം 119:33 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ദൈവമേ, അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ, ഞാനത് അവസാനം വരെ പാലിക്കും. അതെ, നാം ഏത് കഷ്ടതയിലായാൽ തളർന്നു വീഴരുത്. വചനത്തിൽ പ്രത്യാശ വെച്ച് നമുക്ക് മുന്നേറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. വാവ്, ഒരു ക്ലാപ്പ് കൊടുത്തേ. അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് ആരാ പഠിപ്പിച്ചേ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അയച്ചു തന്ന സ്പീച്ച് അയച്ചു തന്ന ടീച്ചർ. ആണോ? ടീച്ചറിന്റെ പേരെന്താ? ടീന ടീച്ചർ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കഥ കേട്ടപ്പോ എന്താ മനസ്സിലായേ കൂട്ടുകാർക്ക്? എന്താ മനസ്സിലായേ? നമുക്ക് കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ ഉള്ളപ്പോ നമ്മ എന്ത് ചെയ്യണം? ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ കുറവുകളെയൊക്കെ നിറവുകളാക്കി തരാൻ പ്രാർത്ഥിക്കണം. ഓക്കെ? അപ്പൊ എന്താവും? എല്ലാരും ഹാപ്പി ആവും അല്ലേ? നന്നായിട്ട് പഠിക്കാനും നല്ല മാർക്ക് വാങ്ങിക്കാനും ഒക്കെ പറ്റും അല്ലേ? അതെ. ഇപ്പൊ നമ്മളെ കുറേ കൂട്ടുകാർ കാണുന്നുണ്ടല്ലേ ഇപ്പൊ. അവരോടൊക്കെ കുഞ്ഞിന് എന്താ പറയാനുള്ളത്? ഒരു മെസ്സേജ് പറയാൻ പറ്റുമോ? പറയ്. ഹായ് കൂട്ടുകാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഏയ്സ. നമ്മളെല്ലാവരും ഈ ഭൂമിയിലെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞു മാലാഖമാരല്ലേ. നമുക്ക് ഈശോയെ ഒരുപാട് ഇഷ്ടമല്ലേ. നമുക്ക് ഈശോയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം? നമ്മുടെ പപ്പയും മമ്മയും പറഞ്ഞത് അനുസരിക്കാം. എല്ലാവർക്കും നന്മ ചെയ്യാം. ആരെയും സങ്കടപ്പെടുത്താതെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞു മാലാഖമാരെ ജീവിക്കാൻ. നന്ദി. വാവ്, അടിപൊളിയായിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാവരും ക്ലാപ്പ് കൊടുത്തേ. എന്ത് രസമായിട്ടാ കുഞ്ഞു കഥ പറഞ്ഞേ. ആരാ പഠിപ്പിച്ചേ? മമ്മി. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. ഒന്ന് ചിരിച്ചേ. കണ്ടില്ലേ എത്ര സ്മാർട്ട് ആയിട്ടുള്ള, എത്ര ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന്. ഇനിയും കുറച്ച് കുട്ടികൾ കൂടി നമുക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരിലേക്ക് പോവാം. എല്ലാവരും ഒരു ബായ് കൊടുത്തേ. നമ്മുടെ സെന്റ് ജോർജ് സ്കൂളിലെ അടുത്ത മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ നമ്മളുടെ കൂടെ ഇപ്പൊ വന്നിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടി ഒന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞു കുഞ്ഞിന്റെ? സൂപ്പർ പേരാണല്ലോ. നല്ല മിടുക്കിയായിട്ടുണ്ട് കേട്ടോ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? LKG ആണോ UKG ആണോ? ക്ലാസ് ടീച്ചർ ആരാ? കൂട്ടുകാർ ആരൊക്കെയാ കുഞ്ഞിന്റെ? ആഹാ, അവരുടെ കൂടെയാണോ ഇരുന്ന് പഠിക്കുന്നേ? ആണോ? അവരുടെ കൂടെയാണോ ഇന്റർവെല്ലിന് കളിക്കാനൊക്കെ പോകുന്നേ? ആഹാ, എന്തൊക്കെ കളിയാ കളിക്കുന്നേ? കൊറേ കളി കളിക്കുക. എന്തൊക്കെയാ? ഒരു കളി പറയാവോ? ഒളിച്ചു കളിക്കും അല്ലേ? സൂപ്പർ ആണല്ലേ. കുഞ്ഞിന്റെ പേര് പറഞ്ഞേ? നിഹാര. അടിപൊളി പേരാണല്ലോ. നിഹാരയുടെ കൂട്ടുകാരൊക്കെയാ? കുഞ്ഞിന്റെ പേരെന്താ? ഇവാഞ്ചലിൻ. ഓ, സൂപ്പർ പേരാണല്ലോ. കൊച്ചു ആദ്യ ക്ലാസ്സിലാ പഠിക്കുന്നേ? ടീന ടീച്ചറിന്റെ ക്ലാസ്സിലാണോ പഠിക്കുന്നേ? പിന്നെ പേരെന്താ? ആൽഫിൻ എത്രയിലാ പഠിക്കുന്നേ? UKG. ആരുടെ ക്ലാസ്സിലാ? ആരാ ചേച്ചിക്ക് ഒരു പാട്ട് പാടി തരുന്നേ? കുഞ്ഞു പാടുവോ? ഒരു പാട്ട് പാടിക്കേ. സൂപ്പർ ആണല്ലോ. ഒരു ക്ലാപ്പ് കൊടുക്കോ? വേറെ ആരാ എനിക്കൊരു പാട്ട് പാടിത്തരുന്നേ? പാട്ടറിയോ? ഒരു പാട്ട് പാടിക്കേ. വാട്ടർമെലൻ പപ്പായ ആപ്പിൾ സ്റ്റിക്കു കട്ടി നിന്നു പീസസ് അടിപൊളി. ഒരു ക്ലാപ്പ് കൊടുത്തേ. വേറെ ആരാ പഠിച്ചിട്ടുണ്ടോ? പഠിക്കേ. Twinkle, twinkle, little star, how I wonder what you are. Up above the west sky, like a diamond in the sky. Okay, very good. Clappy. ഇനി ഒരു കഥ കേൾക്കണം എനിക്ക്. ആര് പറയൂ ഒരു കഥ? അറിയോ? പറഞ്ഞേ. ഒരു ദിവസം മുയലും ആമയും ഓട്ട മത്സരം വെച്ച്.
ഓട്ട മത്സരം വെച്ചപ്പോ മുയൽ നല്ല ഫീഡിലും ആമ പതങ്ങിയാണ് വന്നത്. അപ്പൊ മുയലിന് ക്ഷീണം വന്നപ്പോ മരച്ചവിട്ടി കുറച്ചു നേരം ഇരിക്കാന്ന് പറഞ്ഞപ്പ മുയൽ ഉറങ്ങിപ്പോയി. ആമ പതുക്കെ നടന്ന് എത്തുകയും ചെയ്തു. അപ്പൊ മുയല് ആമ അവിടെ എത്തിയിട്ട് എന്താകേലും പറഞ്ഞ് ഓടുമ്പോ ആമ കൊതിയും സമ്മാനവും വാങ്ങിച്ചിട്ട് അവിടെ ഇരിക്കും. അമ്പോ, ആമ സൂപ്പറാണല്ലേ അല്ലേ? ആ. ഓക്കെ, ഒരു ക്ലാപ്പ് കൊടുത്തേ. കുഞ്ഞെന്താ പ്രിപ്പയർ ചെയ്തേക്കുന്നേ? കഥയാണോ? നല്ല സുന്ദരിയായിട്ടാണല്ലോ വന്നേക്കുന്നേ. കഥയൊക്കെ പഠിച്ചിട്ടല്ലേ വന്നേ? ആരാ കഥ പഠിപ്പിച്ചേ? അമ്മയാണോ? എന്താ പറഞ്ഞേ? കഥ പറഞ്ഞേ? മറന്നുപോയോ? അതെന്ത് പറ്റി? എന്നാ ഓർക്കാൻ ഞാൻ സമയം തരട്ടെ. ഓർക്കാൻ സമയം കൊടുക്കാം അല്ലേ? നമുക്ക് അതുവരെ ഒരു ആക്ഷൻ സോങ് പഠിച്ചാലോ? ഓക്കെ, ചേച്ചി പറയുന്ന പോലെ ചെയ്യണം. ചെയ്യൂ, എല്ലാവരും ചെയ്യണം. അപ്പൊ ചേച്ചി പറയും, if you're happy and you know it, clap your hands. If you're happy and you know it, clap your hands. If you're happy and you know it and you really want to show it, if you're happy and you know it, clap your hands. പഠിച്ചോ? ഇനി ചേച്ചി ക്ലാപ്പ് ചെയ്യില്ല, നിങ്ങൾ ക്ലാപ്പ് ചെയ്യില്ലേ? ഓക്കെ. If you're happy and you know it, clap your hands. If you're happy and you know it, clap your hands. If you're happy and you know it and you really want to show it, if you're happy and you know it, clap your hands. ഇനി ചേച്ചി അടുത്ത് പറയും, if you're happy and you know it, snap your fingers. എങ്ങനെ സ്നാപ്പ് ചെയ്യണേ? If you're happy and you know it, snap your fingers. If you're happy and you know it and you really want to show it, if you're happy and you know it, snap your fingers. Wow, very good. എല്ലാവരും നല്ല സൂപ്പറായിട്ട് ചെയ്തല്ലോ. പഠിച്ചിട്ടുണ്ടോ ഇത് നേരത്തെ? പഠിച്ചിട്ടുണ്ടല്ലേ? ഇനി ചേച്ചിക്ക് ആരോ ഒരു ആക്ഷൻ സോങ് കാണിച്ചു തരാൻ പോകുന്നേ. പഠിച്ചിട്ടുണ്ടോ? കാണിച്ചേ. വിശാലോവർക്കാം Sunday. Oh, deep in my heart, I do believe we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We walk hand in hand, we walk hand in hand, we walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid, we are not afraid, we are not afraid someday. Oh, deep in my heart, I do believe we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. The whole world around, the whole world around, the whole world around someday. Oh, deep in my heart, I do believe we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome someday. We shall overcome someday. വാവ്, സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് പാടി. ആരാ ചേച്ചിക്ക് ഇനി ഒരു കഥ പറഞ്ഞു തരാൻ പോകുന്നേ? പഠിച്ചിട്ടില്ലേ കഥ? ഒരു കഥ പഠിച്ചിട്ടില്ലേ? പറഞ്ഞേ കേക്കട്ടെ. എല്ലാ കൂട്ടുകാരെ എല്ലാവർക്കും സ്തുതിയായിക്കോട്ടെ. ഒരുപാട് വിശുദ്ധർ മത്സം തേടിയ ഒരു കുഞ്ഞു വിശുദ്ധെ
നമുക്ക് പരിചയപ്പെട്ടാലോ? മിസ്റ്റർ ഫിലോമിന 1891 ഗ്രീസിലെ രാജാവിന്റെ മകളായിട്ടാണ് മിസ്റ്റർ ഫിലോമിന ജനിക്കുന്നത്. മക്കളില്ലായിരുന്ന അവളുടെ മകൾക്ക് ഈശോയോട് പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ് മിസ്റ്റർ ഫിലോമിന. മകൾക്ക് അവൾ ഈശോയെ പറ്റി അവളോട് പറയുമായിരുന്നു. ചെറുപ്പം മുതലേ ഫിലോമിനയ്ക്ക് ഈശോയെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവളുടെ മകൾക്ക് ചക്രവർത്തിയെ കാണാൻ ഫിലോമിനെ കൂട്ടിക്കൊണ്ട് പോയി. സുന്ദരിയായ ഫിലോമിനെ കണ്ടപ്പോൾ ചക്രവർത്തിക്ക് അവളുടെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹം അവളുടെ മകൾക്ക് പറഞ്ഞു. ഇദ്ദേഹത്തെ ഫിലോമിന ചക്രവർത്തിയോട് പറഞ്ഞു, ഓൾറെഡി ഞാൻ ഒരാളുടെ വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ. ഇത് കേട്ട് ചക്രവർത്തി ചോദിച്ചു, ആരാണ് അയാൾ? അപ്പൊ ഫിലോമിന പറഞ്ഞു, ഈശോയാണ് അയാൾ. ഇത് കേട്ട് ചക്രവർത്തി അവളെ ജയിലിലടിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടേക്ക് കൊല്ലാൻ നോക്കുകയും ചെയ്തു. അപ്പൊ അവളെ രക്ഷിച്ചു. ചക്രവർത്തി വീണ്ടും അവളുടെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞു, ഈശോയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഇത് കേട്ട് ദേഷ്യം ചക്രവർത്തി ശിരസ് വെട്ടിക്കളഞ്ഞു. മിസ്റ്റർ ഫിലോമിന ഈശോയ്ക്ക് വേണ്ടി മരിച്ചു. ധീരയായ ഒരു വിശുദ്ധയായിരുന്നു മിസ്റ്റർ ഫിലോമിന. സൂപ്പർ ആണല്ലോ വിശുദ്ധ ഫിലോമിനയുടെ കഥ. ഇഷ്ടമായോ എല്ലാവർക്കും? ഒന്നുകൂടി ഒരു വലിയൊരു ക്ലാപ്പ് കൊടുത്തേ. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഒന്ന് ചിരിച്ചേ. സൂപ്പർ ആയിരുന്നേ. ഇത്രയും കുട്ടികളെ മിടുക്കരായിട്ട് ഒരുക്കിയ അവരുടെ ടീച്ചേഴ്സിനെ നമുക്ക് പരിചയപ്പെടണ്ടേ? അവരെ കൂടി ഒന്ന് പരിചയപ്പെട്ടാലോ? തുണയായി നീ തണലാകണം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. അച്ഛനായും അമ്മയായും അച്ഛനായും ദൂരെയും ചാരെയും കൂട്ടാകണം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. ഗുണവാരിധേ നീ ഗുരുവാകണം. തുണയായി നീ തണലാകണം. അറിവേ വെളിച്ചം നിറവേ തെളിച്ചം അവിരാമമകതാരിൽ കുടികൊള്ളണം. സെയിന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിലെ ലോക്കൽ മാനേജറും ഇടവക വികാരിയും കൂടിയായ ഫാദർ സെബാസ്റ്റ്യൻ പുത്തമ്പുരക്കൽ അച്ഛനെ കൂടി നമുക്ക് പരിചയപ്പെടാം.
ഒരു സമുദായത്തിൻ്റെ ഉന്നമനത്തിനും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി ഔപചാരിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് ഈ ഗ്രാമത്തിലെ പൂർവികർ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ മക്കൾക്കും പിന്നീട് ഒരു തലമുറക്കും സ്വപ്നം കാണുവാൻ തക്ക വിധത്തിൽ ഈ ഗ്രാമത്തിന് ഒരു വിദ്യാഭ്യാസം ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു വിദ്യാലയം ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ ദേവാലയത്തോട് ചേർന്ന് ഒരു പള്ളിക്കൂടം സെന്റ് ജോർജ് LP സ്കൂൾ എന്ന പേരിൽ 1890 ആരംഭിച്ചത്. പിന്നീട് 1922 ഈ പറയുന്ന സെന്റ് ജോർജ് LP സ്കൂള് UP സ്കൂളായിട്ട് ഉയർത്തുകയുണ്ടായി. അന്നത്തെ വികാരിയായിരുന്നു ഈ സ്കൂളിൻ്റെ മാനേജർ. ഇവിടെ നിന്ന് ഒത്തിരി പ്രഗത്ഭന്മാരെ സംഭാവന ചെയ്യാനായിട്ട് ഈ വിദ്യാർത്ഥി കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചുരൂപതയുടെ പ്രഥമ മെത്രാനായ തദ്ദേശ മെത്രാൻ അലക്സാണ്ടർ എഴുത്ത് പിതാവ് ഈ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി എന്നുള്ളത് ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. ഏതാണ്ട് 133 വർഷം പിന്നിടുമ്പോൾ ഈ സ്കൂളിൽ നിന്ന് 10,000-കണക്കിന് കുട്ടികൾ അറിവിൻ്റെ അക്ഷര ലോകത്തേക്ക് വഴി നടത്തുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതും അഭിമാനത്തോടു കൂടി ഞങ്ങൾ ഓർക്കുകയാണ്. കുമ്പളഞ്ഞി ഗ്രാമത്തിൽ പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടം സ്ഥാപിതമായപ്പോൾ, അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉയർന്നു വന്നപ്പോൾ കുട്ടികളുടെ എണ്ണത്തിലൊരു കുറവുണ്ടായി. എന്നാൽ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ വിദ്യാലയത്തിൽ ഒത്തിരി കുട്ടികൾ കടന്നു വരുന്നു എന്നുള്ളത് ഇവിടെ പ്രവർത്തിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷത്തിന് വക നൽകുന്ന കാര്യമാണ്. ഈ കഴിഞ്ഞ 3 വർഷങ്ങളിൽ മേലായിട്ട് നേരത്തെ ഉണ്ടായതിനേക്കാൾ ഡിവിഷനുകൾ കൂട്ടാനും അതോടൊപ്പം തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിനുപരിയായിട്ട് മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും പങ്കെടുപ്പിക്കുവാനായിട്ട് ഇവിടുത്തെ HM-ഉം സ്റ്റാഫും പരിശ്രമിക്കുന്നതിന് ഫലമായിട്ടാണ് ഈ കുട്ടികളുടെ വർധനവ് ഈ സ്കൂളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അക്കാഡമി ഓഫ് കേരള എഡ്യൂക്കേഷൻ്റെ ബെസ്റ്റ് അവാർഡ് ഈ കഴിഞ്ഞ നാളുകൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. 2023-24 ഘട്ടങ്ങളിൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിൽ അതിൻ്റെ മാനദണ്ഡം അനുസരിച്ചാണ് ബെസ്റ്റ് സ്കൂൾ അവാർഡ് എന്നുള്ള ആ ഒരു അവാർഡ് ഈ സ്കൂളിന് ലഭിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ ഈ സ്കൂളിലേക്ക് വിടാനായിട്ട്, പ്രത്യേകിച്ച് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാൻ തക്ക വിധത്തിലുള്ള സംവിധാനങ്ങൾ ഈ സ്കൂളിലുണ്ട് എന്നുള്ള തിരിച്ചറിവിലാണ് മാതാപിതാക്കളും. അവർ ഞങ്ങളോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രത്യേകത കൂടി ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. സാധാരണ കാണാത്തൊരു പ്രത്യേകതയാണ് ഈ സ്കൂളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സ്കൂളിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ടീച്ചേഴ്സും അധ്യാപകരെടുക്കുന്ന പ്രവർത്തനങ്ങളോട് സഹകരിക്കുവാനും എന്തൊക്കെ പരിപാടി ഇടുന്നു അതിനോട് കൂടെ സഹകരിക്കുവാനായിട്ട് തയ്യാറാകുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ ഒരു സ്കൂളിൻ്റെ അഭിമാനമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പറയാമോ നിങ്ങൾക്ക് കഥ പറയാമോ? ഏറ്റവും ചെറുതാണ്, പകരുമ്പോൾ അത് വലുതാണ്. അതിൽ കുരുവികൾ ചേർത്തേറും ഇതുപോൽ സ്വർഗരാജ്യം. ഏറ്റവും ചെറുതാണ്, പകുമ്പോൾ അത് വലുതാണ്. അതിൽ കുരുവികൾ ചേർത്തേറും ഇതുപോൽ സ്വർഗരാജ്യം.